ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഏറെ ദുരൂഹമായ ചില സാമ്പത്തിക ഇടപാടുകളടക്കം ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാധ്യമങ്ങളൊക്കെ നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്ഥലക്കച്ചവടങ്ങളടക്കം അതിന് ഇടനിലനിന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ ഈ നമ്മൾ അറിയാമല്ലോ, ഈ ജയറാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിലെ പൂജാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വാസമുള്ള ആളുകളെ ദുരുപയോഗം ചെയ്യാനും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുമുള്ള ഇടപെടലുകൾ നടത്തുന്ന ഇയാളിലേക്ക് കൂടി ആ അന്വേഷണം കൃത്യമായി കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. മാധു, ഇതിനകത്ത് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്താൻ ഈ നാട് ഭരിക്കുന്ന സർക്കാർ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്തരത്തിലൊരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ വന്നവനും നിന്നവനും പോയവനും ഒക്കെ ഉപ്പ് വെള്ളം കുടിക്കേണ്ടി വരും. കാരണം ഇവരൊക്കെ ഇതിനകത്ത് കക്ഷികളാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യമുണ്ടെങ്കിൽ പോലും വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെ കാണുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് എന്തുകൊണ്ട് ഒരു വരി സ്റ്റേറ്റ്മെന്റ് പത്രം കൊടുക്കാൻ സാധിക്കുന്നില്ല? ഇതെല്ലാം ഞങ്ങൾ അന്വേഷിക്കും, കോടതിയുടെ പെർമിഷൻ വാങ്ങിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്താണ് ഉഴപ്പിപ്പരട്ടി അദ്ദേഹം പോകുന്നത്? എത്ര ദിവസമായിട്ട് അദ്ദേഹം മൗനം തുടരുകയാണ്? ഇവിടെ അരുൺകുമാർ ചോദിച്ചു ഈ അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ MOU ആണ് മാധു, എസ്റ്റിമേറ്റ് അല്ല. 8,22,42,147 രൂപയ്ക്ക് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് കൊടുക്കാൻ തയ്യാറായ MOU ആണ് ഇവിടെ കാണുന്നത്. അവിടെ 3 കോടി അഡ്വാൻസ് കൊടുത്തത് ദേവസ്വം കമ്മീഷണറാണ്. അല്ലെങ്കിൽ അരുൺകുമാർ പറയൂ, ആരൊക്കെയാണ് സ്പോൺസർ? പരിപാടിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഭക്ഷണങ്ങളും കുടിച്ചു മൂടിയില്ലേ? എങ്കിൽ പറയൂ, ആരൊക്കെയാണ് ഈ സ്പോൺസർമാർ? എത്ര രൂപ ഓരോ സ്പോൺസറിൽ നിന്ന് കിട്ടി? അത് പറയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ പറ്റിച്ചത് ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളെ മാത്രമല്ല, നിങ്ങൾ പറ്റിച്ചത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറായ സാമുദായിക സംഘടനകളെയുമാണ്. നിങ്ങൾ മൊത്തത്തിൽ കള്ളത്തരമാണ് പറയുന്നത്. നിങ്ങൾക്ക് ആരെയൊക്കെയോ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് ശ്രീ പ്രശാന്തിന്റെ വാദഗതി നമ്മൾ കണ്ടില്ലേ മാധു? വാറണ്ടി കാർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തത്. എന്തൊക്കെ വിരോധാവസരമാണ്! പേരിലാണ് എങ്കിൽ അത് പരിശോധിച്ച് അത് പറ്റില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മനുഷ്യനല്ലേ? അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നമോ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാ കാലത്തേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി 40 വർഷക്കാലത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വാറണ്ടി ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ദേവസ്വത്തിന്റെ പേരിലേക്ക് മാറ്റി എഴുതുകയോ അങ്ങനെ തിട്ടപ്പെടുത്തുകയോ വേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? അതിലൊക്കെ ശമ്പളം വാങ്ങുന്ന മനുഷ്യരവിടെ ഉണ്ടാകുമല്ലോ. ഇതെല്ലാം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സാങ്കേതികമായ ന്യായങ്ങൾ ഇങ്ങനെ പടച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ആത്യന്തികമായ ഉത്തരവാദിത്വം പറയേണ്ട ആളുകൾ കോടതി മൊഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് ഉണ്ടാക്കുന്ന, അങ്ങനെ പറയാൻ കഴിയുന്ന പ്രിവിലേജ് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഉണ്ടാവുന്നത് എന്നത് മാത്രം അറിയാതെ അമ്പരതിരിക്കുകയാണ് നമ്മൾ.